ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ടു സ്കൂളിൽ വരുൺ സർ ആണ്. അപ്പോൾ മക്കളെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ലൈറ്റ് റിഫ്ലക്ഷൻ ആൻഡ് റിഫ്രാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ അവസാനത്തെ കൺസെപ്റ്റായ പവർ ഓഫ് എ ലെൻസിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ലെൻസസ് നമ്മൾ പഠിച്ചു, അതേപോലെ ലെൻസസിൻ്റെ റേ ഡയഗ്രാംസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് അവസാനം വരുന്ന ഒരു കൺസെപ്റ്റാണ് പവർ ഓഫ് എ ലെൻസ്. എന്താണ് ഈ പവർ ഓഫ് എ ലെൻസ്, അല്ലെങ്കിൽ ലെൻസിൻ്റെ പവർ എന്ന് വെച്ചാൽ എന്താണ്, അതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ പലപ്പോഴും ഇപ്പം നിങ്ങൾ സ്കൂളിലായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ജസ്റ്റ് ഒന്ന് അവരുടെ സ്പെക്സ് മേടിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് നിങ്ങൾ വെച്ച് നോക്കാണ്. ഓക്കെ, അവരുടെ ഗ്ലാസ്സസ് മേടിച്ചിട്ട് എന്ത് ചെയ്യാണ്, ഇങ്ങനെ വെച്ച് നോക്കാണ്. അപ്പോൾ പലപ്പോഴും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ അല്ലേ, ഇങ്ങനെ ബ്ലറായിട്ടാണല്ലോ കാണുക അതിൻ്റെ അകത്തേക്ക് കൂടി നോക്കിക്കഴിഞ്ഞാൽ അല്ലേ. അപ്പോൾ നിങ്ങൾ ആ ഫ്രണ്ട് എന്താ പറയുക, നല്ല പവറുള്ള ഗ്ലാസ് ആണെന്ന് പറയും അല്ലേ, നല്ല പവറുള്ള ഗ്ലാസ് ആണെന്ന് കണ്ണടിച്ചു പോകുന്നു പറയും. യെസ്, അപ്പോൾ എന്താണ് ഈ പവർ, അതിനെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ നമ്മളെ മൈക്രോസ്കോപ്പിലായിക്കോട്ടെ, ഇതിലൊക്കെ നമ്മൾ ലെൻസസ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ ചില മൈക്രോസ്കോപ്പിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും 1000x സൂമിംഗ് എന്ന് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ 100x സൂമിംഗ് എന്ന് കണ്ടിട്ടുണ്ടാവും ആണല്ലോ. അതേപോലെ തന്നെയാണ് നമ്മുടെ ക്യാമറ, DSLR ക്യാമറ അല്ലേ. എല്ലാവർക്കും നല്ല നല്ല ഫോട്ടോ എടുക്കാൻ ഭയങ്കര താല്പര്യമായിരിക്കുമല്ലോ. അപ്പോൾ അതിനുള്ള ലെൻസസും വേറെ വേറെ പലതരത്തിലുള്ള ലെൻസസ് ഉണ്ട്. വൈഡ് ലെൻസ് ഉണ്ട് അല്ലേ, അതേപോലെ നല്ല സൂമിംഗ് ഉള്ള ലെൻസസ് ഉണ്ട്. യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ലെൻസസിലൊക്കെ എന്താണ് വ്യത്യാസം വരുന്നത്, അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ക്ലിയർ? അപ്പോൾ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു, രണ്ട് ടൈപ്പ് ലെൻസസ് ഉണ്ട്. ഏതൊക്കെയാണ്? യെസ്, ഒന്ന് കോൺവെക്സ് ലെൻസ് ആണ്, അതേപോലെ തന്നെ ഒന്ന് ഏതാണ്, ഒന്ന് കോൺകേവ് ലെൻസ് ആണ് അല്ലേ. അപ്പോൾ ഇതിൽ ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് ഏതാണ്? ഫസ്റ്റ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ കോൺവെക്സ് ലെൻസ് ആണ്. അതേപോലെ തന്നെ സെക്കൻഡ് വൺ ഏതാണ്, നമ്മുടെ കോൺകേവ് ലെൻസ് ആണ്. അപ്പോൾ ഇത് രണ്ടിലും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, ഫോക്കൽ ലെങ്ത് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് ഓൾറെഡി അറിയാം. അതേപോലെ തന്നെ ഈ കോൺവെക്സ് ലെൻസ് എന്താ ചെയ്യുക, ലൈറ്റ് റേസിനെ എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യിപ്പിക്കും. സോ അതുകൊണ്ട് തന്നെ നമ്മൾ കോൺവെക്സ് ലെൻസിന് എന്താ പറയുക, കൺവേർജിങ് ലെൻസ് എന്നും പറയും. അതേപോലെ തന്നെ കോൺകേവ് ലെൻസിന് എന്ത് പറയും, നമ്മൾ ഡൈവേർജിങ് ലെൻസ് എന്നും പറയുമല്ലോ. എന്തുകൊണ്ട്? കാരണം നിങ്ങൾ ജസ്റ്റ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേസിന് എന്താ ചെയ്യുന്നത്, നമ്മുടെ കോൺകേവ് ലെൻസ് എന്താ ചെയ്യുന്നത്, നോക്കിയേ, ഇതാ ലൈറ്റ് റേസ് ഇങ്ങനെ വരുന്നു, എന്ത് ചെയ്യുന്നു, യെസ്, ഇതൊക്കെ ഇങ്ങനെ ഡൈവേർജ് ആയി പോവാണ്, ഓരോ ഡയറക്ഷനിലോട്ട് പോവാണ്. കണ്ടോ, മനസ്സിലായോ? ഓക്കെ, ഇനി അതേപോലെ തന്നെ നമ്മുടെ കോൺവെക്സ് ലെൻസ് എടുത്തു കഴിഞ്ഞാലോ, ഈ ലൈറ്റ് റേസിന് എന്ത് ചെയ്യാണ്, യെസ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു പോയിന്റിൽ, അതായത് നമ്മുടെ പ്രിൻസിപ്പൽ ഫോക്കസ് അല്ലേ, അവിടത്തേക്ക് കൺവേർട്ട് ചെയ്യിപ്പിക്കുകയാണ് ചെയ്യുക. അതാണല്ലോ നമ്മൾ ഡെഫിനിഷൻ പഠിച്ചത്. അതെ, ഇനി ഈ കോൺവെക്സ് ലെൻസ് ആയിക്കോട്ടെ, അതേപോലെ കോൺകേവ് ലെൻസ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ ഞാൻ കുറേ ടൈപ്പ് കോൺവെക്സ് ലെൻസ് എടുക്കുകയാണ്, അല്ലെങ്കിൽ കുറേ ടൈപ്പ് കോൺകേവ് ലെൻസ് എടുക്കുകയാണ്. അപ്പോൾ അതിലേക്കൂടി ഞാൻ ലൈറ്റ് കടത്തി വിട്ട് കഴിഞ്ഞാൽ എല്ലാ കേസസിലും അല്ലെങ്കിൽ എല്ലാ ലെൻസിലും എനിക്ക് സെയിം പോയിന്റിൽ അല്ലെങ്കിൽ സെയിം ദൂരത്തിലായിരിക്കില്ല ഈ ലൈറ്റ് റേസ് കൺവേർജ് ചെയ്ത് എനിക്ക് കാണാൻ പറ്റുക. മനസ്സിലായോ? ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് എടുക്കുകയാണെങ്കിൽ, ഇതാ ഒരു കോൺവെക്സ് ലെൻസ് ഇതാ ഇതുപോലെയാണ് ഉള്ളത്. ഓക്കെ, അപ്പോൾ എവിടെയാണ് ഫോക്കസ്, പ്രിൻസിപ്പൽ ഫോക്കസ് ഇവിടെയാണല്ലോ, അവിടെയാണ് ആ പോയിന്റ് വരുന്നത് അല്ലേ. ഇനിയിപ്പോൾ ഞാനിതാ വേറെ ഒരു ലെൻസ് എടുക്കുകയാണ്, ഞാൻ ഇവിടെ വരക്കാണ്, കണ്ടോ, ഇതാണ് ലെൻസ് എടുത്തത്. കുറച്ചും കൂടി തടി കൂടിയ ലെൻസാണ്. അപ്പോൾ ഈ ഒരു കേസിൽ എന്ത് ചെയ്യില്ല, ഈ ഒരു കേസിൽ ലൈറ്റ് റേസ് പറയുന്നത് ഒരിക്കലും, അതായത് മുകളിലത്തെ പോലെ അത്ര ദൂരത്തായിരിക്കില്ല. എവിടെ ആയിരിക്കും ഇതൊക്കെ കൺവേർട്ട് ചെയ്യാം? യെസ്, ചിലപ്പോൾ കുറച്ച് തൊട്ട് മുന്നിലായിരിക്കും. കണ്ടോ, തൊട്ട് മുന്നിലായിരിക്കും ചിലപ്പോൾ ലൈറ്റ് റേസ് എന്ത് ചെയ്യുക, കൺവേർട്ട് ചെയ്യുക. അതായത് ഈ പോയിന്റിൽ. ക്ലിയർ? റേ ഡയഗ്രാംസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ ആരോ മാർക്ക് കറക്റ്റായിട്ട് മാർക്ക് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇത് നമുക്കറിയാം എന്താണ്, ഇത് ഒപ്റ്റിക് സെന്റർ ആണ്. അപ്പോൾ ഇവിടെയാണ് ഈ ലൈറ്റ് റേസ് എന്ത് ചെയ്തത്, കൺവേർജ് ചെയ്തത്. അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ. ഞാൻ പല ടൈപ്പ് കോൺവെക്സ് ലെൻസ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒക്കെ ഫോക്കൽ ലെങ്ത് വരുന്നത് വേറെ വേറെ ഡിസ്റ്റൻസിലായിരിക്കും, അല്ലെങ്കിൽ ഇതിൻ്റെ ഒക്കെ കൺവേർജ് ചെയ്യിപ്പിക്കാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. മനസ്സിലായോ? ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യിപ്പിക്കാനുള്ള എബിലിറ്റി എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് അമൗണ്ട്സ് ആയിരിക്കും. മനസ്സിലായോ?
ചില ലെൻസ് എന്ത് ചെയ്യും, ചില ലെൻസ് നല്ല ദൂരത്തായിരിക്കും ഈ ലൈറ്റ് റേസിനെ കൺവേർട്ട് ചെയ്യിപ്പിക്കുക. ചില ലെൻസ് എന്ത് ചെയ്യും, ചില കോൺവെക്സ് ലെൻസ് എന്ത് ചെയ്യും, ചിലപ്പോൾ തൊട്ട് മുന്നിലായിരിക്കും ഈ ലൈറ്റ് റേസിനെ കൊണ്ടുപോയി കൺവേർട്ട് ചെയ്യിപ്പിക്കുക. അതേപോലെ തന്നെയാണ് നമ്മുടെ കോൺകേവ് ലെൻസിന്റെ കേസിലും. ചില കോൺകേവ് ലെൻസ് എന്ത് ചെയ്യും, തൊട്ട് അടുത്തായിരിക്കും ഡൈവേർജ് ചെയ്യിപ്പിച്ചിട്ടുണ്ടാവും. അതായത് അതിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ് വരുന്നത് തൊട്ടടുത്ത് തന്നെ ആയിരിക്കും. ചില കേസിൽ എന്തായിരിക്കും, കുറച്ച് ദൂരമായിരിക്കും. മനസ്സിലായോ? അപ്പോ ഈ ഒരു ലെൻസിന്റെ കൺവേർജ് ചെയ്യിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ഡൈവേർജ് ചെയ്യിപ്പിക്കാനുള്ള എബിലിറ്റി, ഓക്കെ, അല്ലെങ്കിൽ ലൈറ്റ് റേസിനെ കൺവേർജ് ചെയ്യിപ്പിക്കാനും അതേപോലെ തന്നെ ഡൈവേർജ് ചെയ്യിപ്പിക്കാനുള്ള എബിലിറ്റിനെയാണ് നമ്മൾ ആ ലെൻസിന്റെ പവർ എന്ന് പറയാം. Clear? The ability of a lens to converge or diverge the light ray is called power of a lens. Clear അല്ലേ? അതായത് ലൈറ്റ് റേസ് എത്രത്തോളം കൺവേർജ് ചെയ്യിപ്പിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം ഡൈവേർജ് ചെയ്യിപ്പിക്കാൻ പറ്റും, ഓക്കെ, ആ ഒരു എബിലിറ്റിനെയാണ് ലെൻസിന്റെ പവർ എന്ന് നമ്മൾ പറയാ. സോ ദ ഡിഗ്രി ഓഫ് കൺവേർജൻസ് ഓർ ഡൈവേർജൻസ് ഓഫ് ലൈറ്റ് റേസ് ഇസ് അച്ചീവ്ഡ് ബൈ എന്താണ്? യെസ്, ഇൻ ടേംസ് ഓഫ് പവർ. പവറിന്റെ ടേംസിലാണ് നമ്മൾ ഒരു ലെൻസിന്റെ കൺവേർജൻസും അല്ലെങ്കിൽ അതിന്റെ ഡൈവേർജൻസിനെ കുറിച്ച് നമ്മൾ പറയാം. ഇനി ഈ പവറിന് വേറൊരു ഡെഫിനേഷൻ കൂടി ഉണ്ട്. അതാണ് ശരിക്കും നിങ്ങൾ എക്സാമിലൊക്കെ ചോദിച്ചാൽ എഴുതാറ് അല്ലെ? ഏതാണ്? യെസ്, ദ റെസിപ്രോക്കൽ ഓഫ് ദ ഫോക്കൽ ലെങ്ത് ഓഫ് എ ലെൻസ്. ഒരു ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്തിന്റെ റെസിപ്രോക്കലിനെയാണ് നമ്മൾ അതിന്റെ പവർ എന്ന് പറയുക. ക്ലിയർ? ഓക്കെ, നിങ്ങൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് ആ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം? മീറ്ററിലായിരിക്കണം. ക്ലിയർ? അതായത് ഇക്വേഷൻ വൈസ് ഞാനിപ്പോൾ എഴുതി കഴിഞ്ഞാൽ ഇതാ പവർ പി വെച്ചിട്ടാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുക. ക്യാപിറ്റൽ പി വെച്ചിട്ടാണ് നമ്മൾ പവർ ഡിനോട്ട് ചെയ്യുക ലെൻസിന്റെ. ഓക്കെ, ലെൻസിന്റെ മാത്രമല്ല സാധാ പവറും നമ്മൾ ക്യാപിറ്റൽ പി വെച്ചിട്ടല്ല ഡിനോട്ട് ചെയ്യുക. പി ഇസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ ഫോക്കൽ ലെങ്ത്. എങ്ങനെയാ ഡിനോട്ട് ചെയ്യുക? യെസ്, സ്മോൾ ലെറ്റർ എഫ്. പക്ഷേ ഇവിടെ ഫോക്കൽ ലെങ്ത് എന്തായിരിക്കണം? യെസ്, ഫോക്കൽ ലെങ്ത് മീറ്ററിലായിരിക്കണം. മീറ്റേഴ്സ്, ഓക്കെ, ഇൻ മീറ്റേഴ്സ്. നിങ്ങൾക്ക് പലപ്പോഴും ക്വസ്റ്റ്യനിൽ തരുന്നത് സെന്റിമീറ്ററിലായിരിക്കും. ഓക്കെ, സെന്റിമീറ്ററിലായിരിക്കും ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ നേരെ കൊണ്ടുപോയി ഇവിടെ ഇക്വേഷനിൽ ഇട്ടിട്ട് ആൻസർ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ തെറ്റാണ്. അപ്പൊ എന്ത് ചെയ്യണം? മീറ്റേഴ്സിലേക്ക് ഫസ്റ്റ് ഫോക്കൽ ലെങ്ത് കൺവേർട്ട് ചെയ്യണം, എന്നിട്ടാണ് പവർ കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, ഇനി അതേപോലെ തന്നെ the SI unit of power of a lens is diopter. മനസ്സിലായല്ലോ? ലെൻസിന്റെ പവറിന്റെ SI യൂണിറ്റ് എന്താണ്? ഡയോപ്റ്റർ ആണ്. ഡയോപ്റ്റർ നമ്മളെ ക്യാപിറ്റൽ ഡി വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുക. ക്യാപിറ്റൽ ഡി വെച്ചിട്ടാണ് ഡയോപ്റ്റർ റെപ്രസെന്റ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ കണ്ണൊക്കെ കാണിക്കാൻ വേണ്ടി കണ്ണാശുപത്രിയിൽ പോയിട്ടുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ അച്ഛൻ്റെയോ അമ്മേൻ്റെയോ ആരുടെയോ ഒന്നിച്ച് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രിസ്ക്രിപ്ഷനിൽ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇങ്ങനെ എന്താണ്, അതായത് ഇത് ഇതുപോലെ +2D അല്ലെങ്കിൽ +1.5D എന്നൊക്കെ എഴുതിയിട്ടുണ്ടാവും. കാണിച്ചു തരാം, വെയിറ്റ്. ഇതാ ചിലപ്പോൾ ആ പ്രിസ്ക്രിപ്ഷനിൽ ഇതാ +1.5D അല്ലെങ്കിൽ -0.5D ഇങ്ങനെയൊക്കെ കാണാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ അവിടെ ഈ ഡി എന്തിനാ സൂചിപ്പിക്കുന്നത്? ഡി സൂചിപ്പിക്കുന്നത് ഡയോപ്റ്റർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ +1.5D എന്താണ്? അത് ആ ലെൻസിന്റെ പവർ ആണ്. ക്ലിയർ? ലെൻസിന്റെ പവറിനെയാണ് സൂചിപ്പിക്കുന്നത്. ക്ലിയർ? ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നോക്കുക, ഒരു ഡയോപ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? യെസ്, ഒരു ലെൻസിന്റെ പവർ ആണ്. അതിന്റെ ഫോക്കൽ ലെങ്ത് എത്ര ആയിരിക്കണം? 1 മീറ്റർ ആയിരിക്കണം അല്ലെ? അതായത് നമുക്ക് ഓൾറെഡി അറിയാം പവർ എന്ന് വെച്ചാൽ എന്താണ്? 1 ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു ഡയോപ്റ്റർ എന്ന് വെച്ചാൽ എന്താണ്? അതായത് ഒരു ഡയോപ്റ്റർ ആണ് പവർ എങ്കിൽ, പവർ 1 ഡയോപ്റ്റർ ആണെങ്കിൽ 1 is equal to 1 സ്മോൾ ലെറ്റർ എഫ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ സ്മോൾ ലെറ്റർ എഫ് എത്രയായി? സ്മോൾ ലെറ്റർ എഫ് പറയുന്നത് 1 മീറ്റർ ആയി. മനസ്സിലായോ? അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 diopter is the power of a lens whose focal length is 1 meter. Clear? ഓക്കെ, ഇനി അടുത്ത നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമ്മുടെ കോൺവെക്സ് ലെൻസും ഉണ്ട്, അതേപോലെ കോൺകേവ് ലെൻസും ഉണ്ട്. അപ്പോൾ ഈ രണ്ട് ലെൻസിന്റെ കേസിലും നമ്മൾ ഓൾറെഡി റേ ഡയഗ്രാംസിന് മുന്നേ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോക്കൽ ലെങ്ത് എന്താണ്, പ്രിൻസിപ്പൽ ഫോക്കസ് എന്താണെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്.
അതേപോലെ തന്നെ ഇവിടെ രണ്ട് ഫോക്കസ് വരുന്നുണ്ട് അല്ലേ, രണ്ട് സെന്റർ ഓഫ് കർവേച്ചേഴ്സ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ ഏതാ കൺസിഡർ ചെയ്യേണ്ടതെന്നും എല്ലാം നമ്മൾ നോക്കിയായിരുന്നു അല്ലേ. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ കേസ് ആണെങ്കിൽ നമ്മൾ ഫോക്കൽ ലെങ്ത് എടുക്കുന്നത് നമ്മുടെ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് റൈറ്റിലേക്കാണ് അല്ലേ. ഇവിടെ നമ്മുടെ F2 വരുന്നുണ്ടല്ലോ, F2 വരുന്നുണ്ട്. ഇനി ഇവിടെ F1 വരുന്നുണ്ടല്ലോ, ഉണ്ട്. അപ്പൊ കോൺകേവിന്റെ കേസിലാണെങ്കിൽ ഫോക്കൽ ലെങ്ത് എന്താണ്, നെഗറ്റീവ് ആണ് അല്ലേ. അതായത് കോൺവെക്സിന്റെ കേസിലാണെങ്കിൽ, കോൺവെക്സ് ലെൻസിന്റെ കേസിലാണെങ്കിൽ നമ്മളെ കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ പ്രകാരം എന്താണ്, ഒപ്റ്റിക് സെന്ററിൽ നിന്ന് റൈറ്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണെങ്കിൽ പോസിറ്റീവ് ആണ്. സോ ഫോക്കൽ ലെങ്ത് ഓഫ് കോൺവെക്സ് ലെൻസ് ഈസ് പോസിറ്റീവ് ആൻഡ് ഫോക്കൽ ലെങ്ത് ഓഫ് കോൺകേവ് ലെൻസ് എന്താണ്, നെഗറ്റീവ് ആണ്. ക്ലിയർ? ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആവുമ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക, പവർ എന്തായിരിക്കും, പവറിന്റെ സൈൻ എന്തായിരിക്കും എന്ന് ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായിരിക്കും? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ ആണ്. അപ്പൊ കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ അതിന്റെ പവർ എന്തായിരിക്കും, പവർ എന്ന് പറയുന്നത് P is equal to 1 by ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആണെങ്കിൽ, ഇതാ ഞാൻ താഴെ പോസിറ്റീവ് എന്ന് ഇടുകയാണ്, പോസിറ്റീവ് ഏതോ ഒരു വാല്യൂ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പവർ എന്തായിരിക്കണം, പവർ എന്ന് പറയുന്നതും ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണ്ടേ, ഒരു പോസിറ്റീവ് വാല്യൂ ആയിരിക്കണം. ഇനി അതേപോലെ കോൺകേവ് ലെൻസ് ആണെങ്കിലോ നോക്കിയേ, പവർ എന്ന് പറയുന്നത് 1 by ഫോക്കൽ ലെങ്ത് ആണ്. അപ്പൊ ഫോക്കൽ ലെങ്ത് പറയുന്നതാണ് നെഗറ്റീവ് ആണ് കോൺകേവ് ലെൻസിൽ. സോ 1 by ഒരു നെഗറ്റീവ് വാല്യൂ എന്താ കിട്ടുക? അപ്പോ യെസ്, നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് ഔട്ട്പുട്ട് ആയിട്ട് കിട്ടുക. ഓക്കെ, സോൾവ് ചെയ്യുമ്പോൾ നമുക്കൊരു നെഗറ്റീവ് വാല്യൂ ആണ് കിട്ടുക. അപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ഇത്രയേ ഉള്ളൂ, ഒരു കോൺവെക്സ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് പോസിറ്റീവും ഒരു കോൺകേവ് ലെൻസിന്റെ പവർ എന്ന് പറയുന്നത് നെഗറ്റീവ് വാല്യൂ ആയിരിക്കും. ക്ലിയർ അല്ലേ? സിമ്പിൾ അല്ലേ? ഓക്കെ. ഇനി ജസ്റ്റ് നോക്കിയേ, നമ്മുടെ പലപ്പോഴും നമ്മൾ ചിലപ്പോൾ ഡിസ്കവറി ചാനലിലോ അല്ലെങ്കിൽ വേറെ പല ചാനലിലും നമ്മൾ ടെലിസ്കോപ്പിന്റെ ഷേപ്പ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, പിക്ചേഴ്സ് കണ്ടിട്ടുണ്ടാവും ചിലപ്പോൾ. അതേപോലെ തന്നെ നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മൈക്രോസ്കോപ്പ് ഒക്കെ കാണാൻ പറ്റും അല്ലേ. ഇനി പല ഇൻസ്ട്രുമെന്റ്സിൽ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ, അതായത് പവർ കൂട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എന്താ പറയാ കൺവേർജൻസോ ഡൈവേർജൻസോ കൂട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മാഗ്നിഫിക്കേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് പല ലെൻസസിനെ അടുത്തടുത്ത് ചേർത്ത് വെക്കും. ഓക്കെ, കമ്പൈൻ ചെയ്ത് വെക്കും പല ലെൻസസിനെ. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ആ ഒരു കോമ്പിനേഷൻ, ആ ഒരു ലെൻസിന്റെ കോമ്പിനേഷന്റെ പവർ എന്തായിരിക്കും, അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. ക്ലിയർ? സോ മെനി ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെന്റ്സ് കൺസിസ്റ്റ് ഓഫ് എ നമ്പർ ഓഫ് ലെൻസസ്. They are combined to increase the magnification and sharpness of the image. Clear? അതായത് ഒറ്റൊരു ലെൻസ് വെച്ചിട്ടല്ല ഈ പല സയന്റിസ്റ്റും ചന്ദ്രനിലേക്ക് പല സയന്റിസ്റ്റും നോക്കാൻ പറ്റുന്ന ഒറ്റൊരു ലെൻസ് വെച്ചിട്ടല്ല. അതിലെന്തുണ്ട്, അതിനകത്ത് കുറേ ലെൻസസ് ഉണ്ട്. മനസ്സിലായോ? അപ്പോ അതിനാണ് നമ്മൾ കോമ്പിനേഷൻ ഓഫ് ലെൻസസ് എന്ന് പറയാം. അപ്പൊ അതിന്റെ പവർ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം, അതാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ സപ്പോസ് ഇവിടെ ഈ ഒരു ഫസ്റ്റ് ലെൻസ് കണ്ടില്ലേ, ഫസ്റ്റ് ലെൻസ് ഇതിന്റെ പവർ P1 ആണെന്ന് വിചാരിക്കാം, ഇതിന്റെ പവർ P2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇതിന്റെ പവർ P3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇത് പവർ ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് ലെൻസ്, ഇതാണ് ആ കോമ്പിനേഷൻ. കണ്ടില്ലേ, 3 ലെൻസസും ചേർത്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. ഇനി ഈ ഫസ്റ്റത്തെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് F1 ആണെന്ന് വിചാരിക്കാം, സെക്കൻഡ് വൺ F2 ആണെന്ന് വിചാരിക്കാം, തേർഡ് വൺ F3 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, ഇനി ഇതിന്റെ F കോമ്പിനേഷൻ ആയിക്കോട്ടെ, നിൽക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ വളരെ സിമ്പിൾ ആണ്. ഈ 3 ലെൻസും കമ്പൈൻ ചെയ്താലുള്ള പവർ എന്ന് വെച്ചാൽ പവർ ഓഫ് ദി കോമ്പിനേഷൻ ഇസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3. ഓക്കെ, P1 പ്ലസ് P2 പ്ലസ് P3. ഓക്കെ, ഒന്നും കൂടി P1 പ്ലസ് P2 പ്ലസ് P3 ആണ്. ക്ലിയർ? ഇനി അങ്ങനെയല്ല, ഫോക്കൽ ലെങ്ത് ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം, ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ആണ് തന്നിട്ടുള്ളതെന്ന് വിചാരിക്കാം, 3 ലെൻസിന് ഫോക്കൽ ലെങ്ത് ആണ് തന്നതെന്ന് വിചാരിക്കാം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഫോക്കൽ ലെങ്ത് മീറ്റേഴ്സിലാണ് തന്നതെങ്കിൽ മാത്രം, സെന്റിമീറ്റർ ആണെങ്കിൽ എന്ത് ചെയ്യണം, കൺവേർട്ട് ചെയ്യണം മീറ്ററിലേക്ക്. ഓക്കെ, മീറ്റേഴ്സിലാണ് തന്നതെങ്കിൽ നിങ്ങൾക്ക് എന്ത് എഴുതാം, യെസ് 1 by F കോമ്പിനേഷൻ അല്ലെങ്കിൽ PC എന്ന് തന്നെ എഴുതാം. ഓക്കെ, ഇസ് ഈക്വൽ ടു
1 by f1 plus 1 by f2 plus 1 by f3. ക്ലിയർ? ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ ഓർത്തു വെക്കുക. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? അപ്പൊ ഞാനിപ്പോ പറഞ്ഞെന്താണ്, ദ നെറ്റ് പവർ ഓഫ് ദ ലെൻസ് പ്ലേസ്ഡ് ഇൻ കോണ്ടാക്ട് ഈസ് ഗിവൺ ബൈ ദ ആൽജബ്രൈക് സം ഓഫ് ദി ഇൻഡിവിജ്വൽ പവേഴ്സ്. ഓക്കെ, അപ്പോ നമ്മുടെ ലെൻസിന്റെ പവറിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മുടെ കമന്റ് സെഷനിൽ ചോദിക്കാം, ഞാൻ നിങ്ങൾക്ക് പേഴ്സണലി റിപ്ലൈ തരാം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സ്കൂളിൻ്റെ കമ്മ്യൂണിറ്റി ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, അതേപോലെ CBSE ക്ലാസ് 6 തൊട്ട് 10th വരെ നമ്മുടെ എല്ലാ സബ്ജക്ട്സിൻ്റെ ട്യൂഷൻ അവൈലബിൾ ആണ്. ഓക്കെ, സോ മറ്റൊരു വീഡിയോ ആയി കാണാം. ബൈ.